ഒരു അല്പം നന്മയും അധ്വാനിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ 100 മേനി വിജയം കൊയ്യാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് വെമ്പായത്തിനടുത്തുള്ള തേക്കടയിലെ ശ്രീ ചന്ദ്രശേഖർ. ചന്ദ്രശേഖരന്റെ യാത്രകളെന്നും സാഹസികത നിറഞ്ഞതായിരുന്നു. ബിരുദ പഠനവും അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ പഠനവും കഴിഞ്ഞതിനു ശേഷം വിദേശത്തെ കമ്പനിയിൽ ജോലിക്ക് പ്രവേശിച്ചു. സ്വന്തം നാട്ടിലെ മരങ്ങളും കുന്നുകളും പുഴകളും എന്നും ചന്ദ്രശേഖരന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. അതുകൊണ്ട് തന്നെ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് മടങ്ങി കൃഷി ജീവിതമാർഗമായി സ്വീകരിക്കുകയും ചെയ്തു. തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം മേലെ തേക്കടയിൽ സ്വന്തമായുള്ള 5 ഏക്കർ പുരയിടത്തിലാണ് കൃഷി ആരംഭിച്ചത്. ഭാര്യ വസന്തകുമാരിയും എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ 2 ആൺമക്കളും അടങ്ങുന്നതാണ് ചന്ദ്രശേഖരന്റെ കുടുംബം. കുരുമുളക്, റബ്ബർ, വാഴ, ചേന, ചേമ്പ്, കാച്ചിൽ, മഞ്ഞൾ എന്നിവ ചേർന്ന ഒരു സമഗ്ര കൃഷിയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. മതിലിലും മറ്റു മരങ്ങളിലുമായി ശരാശരി 1000 മൂട് കുരുമുളക് ഇവിടെയുണ്ട്. പന്നിയൂർ, സുനന്ദി, പാല, കവിയൂർ, കരിമുണ്ട, സോഫ എന്നീ ഇനങ്ങളാണ് ഇവിടെയുള്ളത്. പന്നിയൂർ ഇനത്തിൽപ്പെട്ടവയുടെ മണികൾ വലുതാണ്. പാല ഇനം മറ്റു ചെടികളെ അപേക്ഷിച്ച് 8 മാസമാകുമ്പോൾ വിളവെടുത്ത് തുടങ്ങാം. കവിയൂർ, പാല എന്നീ ഇനങ്ങൾ 1.5 വർഷമാകുമ്പോൾ പാകമായി വിളവ് ലഭിച്ചു തുടങ്ങും. സോഫയും സുനന്ദിയും ചന്ദ്രശേഖരൻ സ്വന്തമായി ബഡ് ചെയ്തെടുത്തവയാണ്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം വിളവെടുക്കാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇതുകൂടാതെ 6 മാസം കൊണ്ട് വിളവ് ലഭിച്ചു തുടങ്ങുന്ന ഇനം കുരുമുളക് വികസിപ്പിച്ചെടുക്കുവാനുള്ള പദ്ധതി മിത്രാനികേതനുമായി ചേർന്ന് ചർച്ച ചെയ്തു വരുന്നു. ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ് നമ്മൾ വിളവെടുക്കുന്നത്. അത് ഞാൻ സ്വന്തമായിട്ട് ബഡ് ചെയ്തുണ്ടാക്കിയാണ് മതിലിൽ പടത്തിയിട്ടിരിക്കുന്നത്. പന്നിയൂർ എന്ന് പറയപ്പെടുത്തി സാധാരണ 1 വർഷമാണ് കാലാവധി. മണികൾ അതിൻ്റെ മണി ഏറ്റവും വലുതുമാണ്, മണികൾ കുറച്ച് വലുതുമാണ്. പിന്നെ രണ്ടാമത് പാല, അതിൻ്റെ കാലാവധി 1 വർഷമാണെങ്കിലും 8 മാസത്തിൽ അതിൻ്റെ വിളവ് നമുക്ക് എടുത്തു തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് കരിമുണ്ട 1 ഇയർ ആണ്. തികച്ചും ജൈവവള പ്രയോഗം നടത്തുന്നതിനാൽ നല്ല വിളവ് ലഭിക്കുന്നു. ക്ലോർഫിരിഫോസ് 5 ml 1.5 ലിറ്റർ വെള്ളത്തിൽ യോജിപ്പിച്ച് ചുവട്ടിൽ ഒഴിക്കുന്നത് വഴി കുരുമുളകിൽ സാധാരണയായി കണ്ടുവരുന്ന മിക്ക ഫംഗസ് രോഗങ്ങളെയും അകറ്റി നിർത്തുവാൻ കഴിയുന്നു. ഈ കുരുമുളകിന് ശരിയായിട്ട് രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ കഴിയുന്നതും ഫംഗസ് കറുത്ത എറുമ്പുണ്ടാവും. ആ എറുമ്പിനെ നമുക്ക് എറുമ്പൊടിയിൽ നിയന്ത്രിക്കാൻ പറ്റും. അഥവാ നിയന്ത്രിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ക്ലോർഫൈറിഫോസ് എന്നുള്ള സാധനം 5 മില്ലി എടുത്ത് 25 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ അല്ല നമുക്ക് നിയന്ത്രിക്കാൻ നടക്കും. അത് കഴിഞ്ഞിട്ട് വർഷത്തിൽ ഒരിക്കൽ നമ്മുടെ ഇവിടെ ചാണാപ്പൊടി മൂട്ടിൽ ചേർത്തിടയല്ലാതെ ചാണാപ്പൊടി ഒരു 1/2 അടി വിട്ട് ചുറ്റുപാടും ചാണാപ്പൊടി ഇട്ട് ചവറുകളുമായിട്ട് മണ്ണിട്ട് മൂടുകയാണ് സാധാരണ ചെയ്യുന്നത്. കുരുമുളക് മണികൾ പാകമായി പഴുത്ത് നിറം വെച്ച് തുടങ്ങുമ്പോൾ വിളവെടുക്കാം. ഏണി ഉപയോഗിച്ചാണ് വിളവെടുക്കുന്നത്. ഒരു വർഷം ശരാശരി 60 കിലോഗ്രാം കുരുമുളക് മതിലിൽ നിന്നു മാത്രം ലഭിക്കാറുണ്ട്. വിളവെടുക്കാൻ വേണ്ടി പ്രത്യേകം പണിക്കാർ വച്ചിട്ടുണ്ട്. ഒരു കൃഷിക്കാരനും കുരുമുളക് അടങ്ങൽ കൊടുക്കാതിരിക്കുക എന്ന പക്ഷക്കാരനാണ് ചന്ദ്രശേഖരൻ. ഞാൻ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഇപ്പോൾ PSC ജോലിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ പഠിത്തത്തിനിടയിലും ഞാൻ ചെറുതിലെ അച്ഛൻ്റെ കൂടെ ഇവിടെ പോവും, സഹായിക്കും, എല്ലാം ചെയ്യാറുണ്ട്. ഇപ്പോഴും അത് തന്നെ തുടരുകയാണ്. ഞാൻ അച്ഛൻ്റെ കൂടെ പോയി വളയിടാൻ സഹായിക്കാനും കള പറിക്കാനും അതെല്ലാം അച്ഛനെ എന്തൊക്കെ സഹായിക്കാൻ പറ്റുമോ അതെല്ലാം എൻ്റെ പഠിത്തത്തിനെ ബാധിക്കാതെ തന്നെ ബാക്കി വരുന്ന ഒഴിവ് സമയങ്ങളിൽ ഞാൻ അച്ഛൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാര്യം ഞാൻ ചെറുതിലേ കണ്ടുവരുന്ന അവിടെ നമ്മളൊരു കർഷക ഫാമിലിയാണ്. അപ്പം അച്ഛൻ്റെ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ക്യാംകോ വഴിയാണ് പ്രധാന വിപണനം. ഇതിൽ അംഗത്വവുമുണ്ട്. ഇതുകൂടാതെ ഓപ്പൺ മാർക്കറ്റ് വഴിയും വിപണനം നടത്താറുണ്ട്.
ഇതുകൂടാതെ കറക്കുന്ന 4ഓളം പശുക്കളെയും സംരക്ഷിച്ചു പോരുന്നു. ഇതിനെ പരിപാലിക്കുന്നതിൽ ഭാര്യയും മക്കളും ഇദ്ദേഹത്തെ സഹായിക്കാറുണ്ട്. രാവിലെ ഞങ്ങൾ രണ്ടുപേരും രാവിലെ ചേട്ടൻ 4 മണിക്ക് എണീക്കും, അതിൻ്റെ പുറകെ ഞാനും എണീക്കും. അപ്പം അത് പശുവിൻ്റെ കാര്യങ്ങളെല്ലാം അതിന് വെള്ളം കൊടുത്ത് അതെല്ലാം ചെയ്യും. അതിൻ്റെ പുറകെ ഞാനും കൂടെ സപ്പോർട്ട് ചെയ്യും. പിന്നെ എനിക്ക് 2 കുട്ടികളുണ്ട്, അവർ രണ്ടുപേരും പഠിക്കുകയാണ്. അവർ പോയി കഴിഞ്ഞിട്ട് ബാക്കി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കിവിടെ ജോലിക്കാറുണ്ട്. ആകെ ജോലിക്കുള്ള ആൾ വരുമ്പോഴത്തേക്ക് ആ ജോലിക്കാരെയും കൊണ്ട് എൻ്റെ ആളങ്ങ് പോകും വിളയിൽ. അത് കഴിഞ്ഞിട്ട് 11 മണിയാകുമ്പോൾ ഭക്ഷണത്തിന് വരും. അതെല്ലാം ഞാൻ തയ്യാറാക്കി കൊടുത്ത്, ഞാൻ തനിച്ച് തന്നെയാണ്, വേറെ ആരുമില്ല. ബാക്കി അത് കഴിഞ്ഞിട്ട് വിളയെന്ന് വരുമ്പോൾ 2 മണിയാകുമ്പോഴത്തേക്ക് ജോലിക്കാരൻ കയറും. കയറിയതിന് ശേഷം തിരികെ വീണ്ടും എൻ്റെ ആൾ വന്നിട്ട് ഞങ്ങൾ രണ്ടും ബാക്കി എല്ലാ ജോലിയും ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് ചെയ്യണത്. വേറെ ആരും ഇവിടെ സപ്പോർട്ടിനൊന്നുമില്ല. കന്നുകുട്ടി പരിപാലനത്തിനായുള്ള തീറ്റ സൊസൈറ്റിയിൽ നിന്നും ലഭിക്കുന്നു. വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന പാൽ അടുത്ത വീട്ടുകാർക്കും സൊസൈറ്റിയിലും കൊടുക്കുന്നു. പരുത്തിപ്പിണ്ണാക്ക്, CO3 പുല്ല് എന്നിവയാണ് പ്രധാന തീറ്റ. നിലവിൽ 4 കറക്കുന്ന പശുക്കളുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്നതായ വാഴക്കൃഷിയിലോട് കൂടിയിട്ട് അതിൻ്റെ ഇലയും പിന്നെ അതിൻ്റെ കാളാമുണ്ടവും എല്ലാം കൂടി അതൊരു തീറ്റയായി. രണ്ടാമത് ഞാനിവിടെ CO2 എന്ന പിന്നെ പച്ചപ്പുല്ല് സ്റ്റമ്പ് കൊണ്ടുവന്ന് നട്ട് അതും ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഈ തീറ്റപ്പുല്ല് നമുക്ക് സഫിഷ്യൻ്റായിട്ടുള്ള സാധനങ്ങൾ എൻ്റെ കൃഷിപ്പുരയിടത്തിൽ തന്നെ ഉണ്ടാക്കി പശുക്കൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ വാഴകൃഷിയിലെ ഇലയും കാളമുണ്ടവും പശുക്കൾക്ക് കൊടുക്കാറുണ്ട്. കറക്കുന്ന പശുവിന് ദിവസവും 50 ml കാൽസ്യം വെള്ളം ചേർക്കാത്ത പിണ്ണാക്കിൽ ചേർത്ത് കൊടുക്കുന്നു. കൂടുതൽ പാൽ ചുരത്തുവാനായി തൊഴുത്തിൽ ഒരു ടേപ്പ് റെക്കോർഡറും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇലവുതോലും കൊന്നത്തോലും കൊടുക്കുന്നത് വഴി ദഹന പ്രക്രിയ നന്നായി നടക്കുകയും ചെയ്യുന്നു. ഒരു പശുവിൽ നിന്നും ശരാശരി 20 ലിറ്റർ പാൽ വരെ ലഭിക്കുന്നു. പശുവിന്റെ ചാണകവും ഗോമൂത്രവും പ്രോസസ് ചെയ്ത് പച്ചക്കറി വളമായും ഉപയോഗിക്കാറുണ്ട്. ചാണകവും അതിൻ്റെ ഗോമൂത്രവും കംപ്ലീറ്റ് ഞാൻ പ്രോസസ്സ് വാങ്ങിയിട്ട് വാഴയ്ക്കും പച്ചക്കറിക്കും ജൈവമായിട്ടുള്ള വളമായിട്ട് എടുക്കുകയാണ്. പിന്നെ വിഷപ്പയർ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ലെയർ ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിച്ചിട്ട് വേനൽ തുടങ്ങുന്നതിന് മുമ്പേ പച്ചക്കറിക്ക് ഇട്ട് അത് വെള്ളമൊഴിച്ച് സംരക്ഷിച്ചിട്ട്, അതേപോലെ വാഴയ്ക്കായിരുന്നാലും കുരുമുളകിനായിരുന്നു കഴിഞ്ഞാലും ചേനയ്ക്ക്, ചേമ്പിന്, പിന്നെ കാച്ചിലിന്, ഇഞ്ചിക്ക് ഇതെല്ലാം നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് ജൈവം. വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറിക്കായി മട്ടുപ്പാവിൽ ഒരു പച്ചക്കറി തോട്ടവും ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ മേൽനോട്ടം പൂർണ്ണമായും ഭാര്യയാണ് നടത്തുന്നത്. കൃഷി ഓഫീസ് വഴിയാണ് ഇതിനാവശ്യമായ വിത്തുകൾ വാങ്ങിക്കാറുള്ളത്. കാർഷിക മേഖലയിൽ ഒരുപാട് അറിവുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ചന്ദ്രസേനൻ നായർ സാറ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചില ഡൗട്ടുകൾ ഞങ്ങൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കൃഷിരീതി എന്ന് പറയുന്നത് എല്ലാത്തിൽ നിന്നും ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ് പുള്ളി ചെയ്തു വരുന്നത്. കാരണം ഓരോ വിളയ്ക്കും ഓരോ ക്രോപ്പിനും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പുള്ളി അഡ്വാൻസ് ആയിട്ട് ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് പിന്നെ പുള്ളിയുടെ കാർഷിക രീതിയായിരുന്നാലും പുള്ളി മറ്റ് മറ്റ് കാര്യങ്ങളുമായിട്ടായിരുന്നാലും ഒരുപാട് വളരെ ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ വരുമാന സ്രോതസ് മെയിനായിട്ടുള്ളതും ഈ കൃഷി മേഖലയിൽ നിന്നുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാന്താരി, കോളിഫ്ലവർ, വഴുതന, കാരിമുളക്, പയർ, ചീര, കറിവേപ്പില, സലാഡ് വെള്ളരി, പാവൽ എന്നിവയാണ് ഇവിടെയുള്ളത്. ജൈവവള പ്രയോഗം വഴി നല്ല വിളവ് ലഭിക്കുന്നു. ഞാൻ സ്വന്തമായിട്ട് കുരുമുളകിനായിരുന്നാലും വാഴയ്ക്കായിരുന്നു കഴിഞ്ഞാൽ പച്ചക്കൃഷിക്കായിരുന്നു കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് കമ്പോസ്റ്റ്. ആ കമ്പോസ്റ്റ് എല്ലാ വിളകൾക്കും ഇതുവരെ എൻ്റെ അനുഭവത്തിൽ എല്ലാ വിളകൾക്കും. കാര്യം പശുക്കളെ വളർത്തുന്നത് എൻ്റെ ആവശ്യത്തിനും അതിൻ്റെ വളത്തിനും വേണ്ടിയാണ് പശുക്കളെ വളർത്തുന്നത്. ജൈവവളം മാത്രമേ ഉള്ളൂ.
കീടങ്ങളെ നശിപ്പിക്കുന്നതിന് പകരം അതിനെ തുരത്തുന്ന സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ യോജിപ്പിച്ച് 15 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്യുന്നു. കൃഷി ഓഫീസർമാരുടെ അടിക്കടിയുള്ള സന്ദർശനങ്ങളും അവരുടെ സമയാസമയങ്ങളിലുള്ള നിർദ്ദേശങ്ങളും ഈ കർഷകന് പ്രയോജനകരമാകുന്നു. കൃഷി രീതിയിൽ ഒരുപാട് വിളവുകൾ കൂടുതൽ ചെയ്ത് കണ്ടുവരുന്നുണ്ട്. അതിൽ ഒന്ന് കാച്ചിൽ ഏകദേശം ഒരു 10-75 കിലോയ്ക്ക് പുറമെ വെയിറ്റ് വരുന്ന കാച്ചിൽ പുള്ളി കൃഷി ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങളെ പ്രത്യേകം വിളിച്ച് കാണിച്ചു. അതിൻ്റെ ഫോട്ടോയും മറ്റു കാര്യങ്ങളും എല്ലാം ഞങ്ങൾ കണ്ടു. ഞങ്ങൾ വളരെ അതിശയിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നത് പുള്ളി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ജൈവ കൃഷി രീതിയാണ് പുള്ളി അവലംബിച്ചു വരുന്നത്. വീടിന് കുറച്ച് അല്പം മാറി സ്വന്തമായുള്ള 4.5 ഏക്കറിലാണ് ചന്ദ്രശേഖരൻ റബ്ബർ കൃഷി ചെയ്യുന്നത്. ഇതോടൊപ്പം ഇടവിളയായി വാഴ, കപ്പ, ചേന എന്നിവയും കൃഷി ചെയ്യുന്നു. ഏകദേശം 3000-ഓളം വാഴ ചന്ദ്രശേഖരന്റെ പറമ്പിലുണ്ട്. കൂടുതൽ ലാഭം കിട്ടുന്ന ഇനങ്ങളായ രസകദളിയും കപ്പയുമാണ് മുഖ്യമായും കൃഷി ചെയ്യുന്നത്. 1 ഏക്കറിൽ ശരാശരി 225 റബ്ബർ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. റബ്ബറിനിടയിൽ പയർവള്ളികൾ പടർത്തിവിട്ടിരിക്കുന്നതിനാൽ വെള്ളം ഒലിച്ചു പോകാതെ പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്നു. കള പറിക്കുന്നത് ചന്ദ്രശേഖരനും തന്റെ മക്കളും ചേർന്നാണ്. ഇതിനായി പണിക്കാരെ വച്ചിട്ടില്ല. എന്നാൽ വെട്ടുന്നതിന് 3 പണിക്കാരെയും പാലെടുക്കാൻ 2 പണിക്കാരെയും വെച്ചിട്ടുണ്ട്. ഒരു റബ്ബർ നട്ട് 7 വർഷം കഴിഞ്ഞതിന് ശേഷം 125 സെന്റിമീറ്റർ താഴെയെന്ന് മുകളിലോട്ട് 20 ഇഞ്ച് ചുറ്റുവണ്ണം ഉണ്ടെങ്കിൽ വിളവെടുപ്പ് തുടങ്ങാം. വളപ്രയോഗത്തിൽ ഒരു വർഷത്തിലൊരിക്കൽ നമ്മൾ 2 തവണയാണ് വളം ഇടുന്നത്. ഒരു തവണ 500 ഗ്രാം വളം വെച്ച് വെട്ടുന്ന ഒരു റബ്ബറിന് നമ്മുടെ സാധാരണ ഇത് നാട്ടുമ്പുറങ്ങളിൽ പറയുന്നത് ഫ്രണ്ട് കാനയിൽ അതിൻ്റെ പാൽപ്പന്ന അടരാതെ ശകലം നമ്മാട്ടിയുണ്ട് ആ പാൽപ്പണ്ണ കാണത്തക്ക രീതിയിൽ 500 ഗ്രാം നിരത്തിയിട്ടിട്ട് ആ 2 സൈഡിൽ നിന്ന് കുറച്ച് കരിയിലോ മണ്ണോ ഇട്ട് അങ്ങ് മൂടുകയാണ് പതിവ്. അതിനുശേഷം ഇതിപ്പം നമ്മുടെ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വളമിടാറുള്ളത്. റബ്ബർ പാകമാകുമ്പോൾ റബ്ബർ ബോർഡ് അധികൃതർ എത്തി പരിശോധിച്ച് മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ചന്ദ്രശേഖരൻ വിളവെടുക്കുന്നത്. ഒരു ദിവസം 40 മുതൽ 45 ഷീറ്റ് വരെ അടിക്കാൻ സാധിക്കും. ഷീറ്റ് അടിക്കുവാൻ വേണ്ടി 2 പണിക്കാരുമുണ്ട്. ഇവിടെയുള്ള റബ്ബർ കർഷകർക്ക് പരിശീലനങ്ങളും ഇദ്ദേഹം കൊടുക്കാറുണ്ട്. കാർഷിക മേഖലയിലുള്ള ചന്ദ്രശേഖരന്റെ പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജൈവവളവും പച്ചില കമ്പോസ്റ്റും ഉപയോഗിച്ച് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ കൃഷി ചെയ്തത്. മണ്ണ് മനുഷ്യനെ ചതിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ പകലന്തിയോളം അധ്വാനിക്കുന്ന ഈ കർഷകൻ വരും തലമുറയ്ക്ക് ഒരു മാതൃകയാണ്. यूरिया का स्वदेशी उत्पादन 17 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता।